നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണ്ണംപേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ യാത്രക്കാർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ കരുവാപ്പടിയിൽ വെച്ച് നിയന്ത്രണം തെറ്റി സമീപത്തെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്നയുടനെ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. സംഭവസ്ഥലത്തെത്തിയ വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ പൂരപ്പൊലിമയിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സജീവമാവുകയാണ് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. തേവരുടെ പൂരം പുറപ്പാടാരംഭിക്കുന്ന വിശേഷാൽ ദിനത്തിലാണ് സ്ഥാനാർത്ഥി താമരപ്പൂപ്പറ നിറച്ചത്. നാട്ടിക മണ്ഡലം NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു മുന്നിലൊരുക്കിയ പറനിറക്കൽ ചടങ്ങിൽ നിരവധി പ്രവർത്തകരും ഭക്തജനങ്ങളും സാക്ഷികളായി. താമരപ്പൂപ്പറയ്ക്കൊപ്പം നെൽപ്പറയും സ്ഥാനാർത്ഥി നിറച്ചു. തേവരുടെ അനുഗ്രഹം തേടിയും വോട്ടർമാരോട് നേരിട്ട് സംവദിച്ചും മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് അദ്ദേഹം. UDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് KJ ജോജു, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK ആന്റണി, KDP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേന്ദ്രൻ, സന്തോഷ് ഐത്താടൻ എന്നിവർ പ്രസംഗിച്ചു. MK പോൾസൺ, MP പോളി, സെബി കൊടിയൻ എന്നിവർ രക്ഷാധികാരികളായും രാജു തളിയപ്പറമ്പിൽ ചെയർമാനും ഷാജു കാളിയങ്കര, KJ ജോജു എന്നിവർ കൺവീനർമാരായും KA ഫ്രാൻസിസ് ട്രഷററായും 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. വിൽപ്പനയ്ക്കായി 3 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കേസിലെ പ്രതിക്ക് 4 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും ശിക്ഷ. ചാലക്കുടി സ്വദേശി ചക്കാലക്കൽ ഷാജി എന്ന ബോംബെ ഷാജിയെയാണ് 4 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയടയ്ക്കാനും തൃശൂർ 4ാം അഡീഷണൽ ജില്ലാ ജഡ്ജി TP അനിൽ ശിക്ഷ വിധിച്ചത്. 2013 ജൂലൈ 14 പട്ടിക്കാട് നാഷണൽ ഹൈവേയിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് PG പോലീസ് പ്രതിയെ പിടികൂടിയത്. ഷാഡോ പോലീസ് സബ് ഇൻസ്പെക്ടറായ MP ഡേവിസ്, PG പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ MG പൊന്നപ്പൻ, പോലീസ് ഉദ്യോഗസ്ഥനായ MC ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒല്ലൂർ CI NK സുരേന്ദ്രനാണ്. കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത് ASI NS ആസാദാണ്. പ്രോസിക്യൂഷനു വേണ്ടി NDPS കേസുകളുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ MK ഗിരീഷ് മോഹൻ ഹാജരായി. കൊടകര പഞ്ചായത്ത് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടത്തി. ഓഫീസ് ഉദ്ഘാടനം BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ നിർവഹിച്ചു. റോഡ് ഷോയ്ക്ക് BJP മണ്ഡലം പ്രസിഡന്റ് പ്രജിത്ത്, സെക്രട്ടറി സുജിത്ത്, പ്രദീപ് വാഴക്കാലി, OB ബിബിൻ, വിപിൻ വർഗീസ്, PS രതീഷ്, രഞ്ജു, അനിൽ, KP രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. BJP സ്ഥാനാർത്ഥിയാകുന്നതിനു മുൻപ് നാട്ടിക MLA CC മുകുന്ദനെതിരെ BJP ആദ്യമുയർത്തിയ ഫ്ലക്സ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നു. മതിയായി ഈ MLA എന്ന വലിയ തലക്കെട്ടോടെയാണ് നാട്ടിക MLA CC മുകുന്ദനെതിരെ BJP നാട്ടികയിൽ ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നത്. മതിയായി ഈ MLA, മാറ്റം തുടങ്ങാം, മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നെല്ലാം വലിയ അക്ഷരത്തിൽ അച്ചടിച്ച ഫ്ലക്സാണ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ BJP മുൻപ് ഉയർത്തിയിരുന്നത്. എന്നാൽ പിന്നീടാണ് അപ്രതീക്ഷിതമായി CC മുകുന്ദൻ CPIയിൽ നിന്നും പുറത്താക്കപ്പെട്ടതും ഒടുവിൽ BJPയിൽ ചേരുന്നതും നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നതും. ഇതോടെ ആദ്യമുയർത്തിയ ഫ്ലക്സ് BJPക്കാർ തന്നെ പൊക്കിയെടുത്ത് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്നാണ് ട്രോളുകളിൽ നിറയുന്ന കഥ. CC മുകുന്ദനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഉയർത്തിയ
ഉയർത്തിയ ബോർഡിനു പകരം ഇപ്പോൾ CC മുകുന്ദനെ തിരഞ്ഞെടുക്കുക എന്ന ഫ്ലക്സാണ് BJP മണ്ഡലത്തിലെമ്പാടും ഉയർത്തിയിട്ടുള്ളതെന്നും ട്രോളുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. BJP ആദ്യം മുകുന്ദനെതിരായി ഉയർത്തിയ ഫ്ലക്സും പിന്നീട് മുകുന്ദന് അനുകൂലമായി ഉയർത്തിയ ഫ്ലക്സും ചേർത്തുവെച്ചുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ നിറയുന്നത്. താളമേള വർണ്ണത്തിൽ വിസ്മയം തീർത്ത് പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി തോട്ടപ്പുറത്ത് ഇല്ലം നാരായണ ശർമ്മ സഹകാർമ്മികനായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സമാജങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെയുള്ള പൂരം കാവടി വരവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മേളപ്രമാണി പാറമേക്കാവ് അഭിഷേകും സംഘത്തിൻ്റെയും നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടത്തി. ദേശീയപാത മുടിക്കോടിൽ ബസ് യാത്രക്കാരനിൽ രേഖകളില്ലാത്ത 62.5 ലക്ഷം രൂപ പിടികൂടി. കർണാടക സ്വദേശി കസ്റ്റഡിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കെ മുടിക്കോട് ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിൽ വൻ തുക പിടികൂടി. കർണാടക KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 62.5 ലക്ഷം രൂപയാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശിയായ ഉദയശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന ബസ് തൃശൂർ മുടിക്കോട് എത്തിയപ്പോൾ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പണമിടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. കർണാടകയിൽ വസ്തുവിറ്റ പണമാണ് ഇതെന്നാണ് പിടിയിലായ ഉദയശങ്കർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ഈ അവകാശവാദം തെളിയിക്കുന്ന യാതൊരുവിധ രേഖകളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. മതിയായ രേഖകളില്ലാത്തതിനാൽ പണം പിടിച്ചെടുത്ത അധികൃതർ കേസ് കൂടുതൽ അന്വേഷണത്തിനായി ആദായനികുതി വകുപ്പിന് കൈമാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും ദേശീയപാതകളിലും വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,445 രൂപയും പവന് 1,07,560 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മുത്രത്തിക്കര ചെരിയിൽ രഘുനന്ദൻ നായർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. രതീഷ്, നിഷ എന്നിവർ മക്കളും രശ്മി, മണികണ്ഠൻ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം മൊയലൻറപ്പായി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെലീനയാണ് ഭാര്യ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.